നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നർത്തകി എന്ന നിലയിലും മുകേഷിന്റെ മുൻ ഭാര്യ എന്ന നിലയിലും മലയാളികൾക്ക് സുപരിചിതയാണ് മേതിൽ ദേവിക. സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നപ്പോഴും മേതിൽ ദേവിക നൃത്തത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകി. നിരവധി പരീക്ഷണങ്ങളും നർത്തകി എന്ന നിലയിൽ മേതിൽ ദേവിക നടത്തി. കഴിഞ്ഞ ദിവസമാണ് കേൾവിശക്തി ഇല്ലാത്തവർക്ക് നൃത്തം ആസ്വദിക്കാൻ വേണ്ടി മേതിൽ ക്രോസ് ഓവർ എന്ന പേരിൽ മോഹിനിയാട്ടം ഡോക്യുമെന്ററി തയ്യാറാക്കിയ വാർത്ത പുറത്തു വന്നത്. സിനിമാ രംഗത്തെ ലൈംലൈറ്റ് ഇല്ലാതെ നൃത്തത്തിലൂടെ മാത്രം ജനശ്രദ്ധയും മാധ്യമ ശ്രദ്ധയും നേടാൻ മേതിൽ ദേവികയ്ക്ക് കഴിഞ്ഞു. നടൻ മുകേഷുമായുള്ള മേതിൽ ദേവികയുടെ വിവാഹവും വേർപിരിയലും ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഒന്നിച്ചു പോകാൻ പറ്റാത്തതോടെ രണ്ടുപേരും രമ്യമായി പിരിയുകയാണുണ്ടായത്. 2013 വിവാഹിതരായ ഇരുവരും 2021 വേർപിരിയുകയാണുണ്ടായത്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പുകളെ കുറിച്ച് സംസാരിക്കുകയാണ് മേതിൽ ദേവിക. പങ്കാളി ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി എല്ലാവരും ഒറ്റയ്ക്കാണെന്ന് മേതിൽ ദേവിക പറയുന്നു. വണ്ടർവാൾ മീഡിയയോടാണ് പ്രതികരണം. വ്യക്തിപരമായ പ്രശ്നങ്ങൾ കലയെ ബാധിക്കാൻ പാടില്ല. റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നില്ല. എന്റെ ആരോഗ്യം മോശമായാൽ ആർട്ടിനെ ബാധിക്കും. കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യാണ്ടായാൽ ഞാൻ കലയെന്നും പറഞ്ഞ് നടന്നാൽ ശരിയാവുമോ? ദൈവം സഹായിച്ച അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി ഞാൻ തയ്യാറെടുത്തിട്ടുണ്ട്. ചെയ്യേണ്ട സമയത്ത് എല്ലാം ചെയ്തു വെക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. റിലേഷൻഷിപ്പ് തന്നെ കലയെ ബാധിക്കണമെന്നില്ല. എന്തും ബാധിക്കാം. ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കലയെ ബാധിക്കരുതെന്നും മേതിൽ ദേവിക ചൂണ്ടിക്കാട്ടി. പങ്കാളികളുള്ള പലർക്കും പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. അങ്ങനെ എത്ര പേരെ കാണിക്കാം? വെളിയിൽ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും പലരും പലതും ചെയ്യുന്നത്. അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. എന്റെ അമ്മയ്ക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ ഇവിടെയുണ്ട്. സഹോദരിമാർ പുറത്താണ്. എല്ലാവരും കഴിയുന്നതും വരും. എవ్വാലും അമ്മ അനുഭവിക്കേണ്ട ചില വേദന അമ്മ തന്നെ അനുഭവിക്കണം. അത് പങ്കുവയ്ക്കാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് പോലും എത്തിപ്പെടാൻ സമയമെടുക്കുന്നു. മക്കളുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ പിന്നെ പാർട്ട്ണർഷിപ്പിന്റെ കാര്യം പറയണ്ടല്ലോ. കാലക്രമേണ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കാകുമെന്നും മേതിൽ ദേവിക ചൂണ്ടിക്കാട്ടി. വ്യക്തിപരമായി അഭിമാനം തോന്നിയ നിമിഷങ്ങളെക്കുറിച്ചും മേതിൽ ദേവിക സംസാരിച്ചിരുന്നു. വർക്കിൽ തന്നെയാണ് അഭിമാനം തോന്നാറ്. സ്റ്റേജിൽ എനിക്ക് കയ്യടി കിട്ടുമ്പോൾ അഭിമാനം തോന്നും. ഞാൻ അവസരം കൊടുത്ത വ്യക്തികൾക്ക് വീണ്ടും അവസരം കിട്ടുമ്പോൾ അഭിമാനം തോന്നുമെന്നും മേതിൽ ദേവിക തുറന്നു പറഞ്ഞു. അഭിനയത്തിലേക്ക് ചുവടുവയ്ക്കാൻ ഒരുങ്ങുകയാണ് താരം. ബിഗ് സ്ക്രീനിലൂടെയാണ് അരങ്ങേറ്റം. മേപ്പടിയാൻ സംവിധായകൻ വിഷ്ണു മോഹൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ നായികയായാണ് മേതിൽ ദേവിക. ദേവിക തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത്. നമ്മുടെ സൗകര്യവും സമയവും ഏറെ പ്രധാനപ്പെട്ടതാണ് സിനിമയിൽ. നാഷണൽ അവാർഡ് വിന്നറായ വിഷ്ണു മോഹൻ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ സന്തോഷമുണ്ട്. എന്റെ ഡാൻസ് പ്രാക്ടീസും പരിപാടികളും എല്ലാം പരിഗണിച്ചാണ് അദ്ദേഹം എന്നെ ഈ പ്രോജക്റ്റിലേക്ക് ക്ഷണിച്ചത്. ഒരുപാട് സന്തോഷത്തോടെ ഞാനിത് നിങ്ങളുമായി പങ്കിടുന്നു, മേതിൽ ദേവിക കുറിച്ചു. കഥ ഇതുവരെ എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിൽ ബിജു മേനോന്റെ നായികയായാണ് മേതിൽ ദേവിക എത്തുന്നത്. അനു മോഹൻ, അനുശ്രീ, നിഖില വിമൽ, ഹക്കീം, സിദ്ദിഖ്, രഞ്ജി പണിക്കർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. നിരവധി പേരാണ് ദേവികയുടെ പുതിയ തീരുമാനത്തിന് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. 1 വർഷത്തോളം ചിത്രവുമായി വിഷ്ണു തന്റെ പുറകെ നടന്നിരുന്നു. മനസ്സിലുള്ള നായിക താൻ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്താനും വിഷ്ണുവിനായെന്നും ദേവിക പറഞ്ഞു. സിനിമാ ലോകവും പ്രേക്ഷകരും ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തിരിക്കുകയാണ് ദേവികയെ. കഴിഞ്ഞ ദിവസം മേതിൽ ദേവികയെ കുറിച്ച് മുകേഷും സംസാരിച്ചിരുന്നു. വിവാഹമോചന സമയത്ത് മേതിൽ ദേവിക തനിക്കെതിരെ സംസാരിക്കുമെന്ന് മാധ്യമങ്ങൾ കരുതി. എന്നാൽ അതുണ്ടായില്ല. മേതിൽ ദേവികയുമായോ ആദ്യ ഭാര്യ സരിതയുമായോ തനിക്കൊരു പ്രശ്നവും ഇല്ലെന്നും മുകേഷ് വ്യക്തമാക്കി. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.